എന്തോന്നാടാ ഇക്കുറു അത്? ഒരു പൊതിയാ മാമേ. ഇതാരാ വിഷക്കോര് ഇവിടെ കൊണ്ടുവച്ചേ? അറിയത്തില്ല ചേട്ടത്തി, എന്നതാ ഇത്? മിണ്ടാതിരിടാ. എന്നാലും ഇതിനും മാത്രം ധൈര്യമുള്ളവന്മാരുണ്ടോ നമ്മുടെ നാട്ടില്? ഞാൻ കാലത്ത് ലോനപ്പേട്ടൻ്റെ അവിടെ പാല് കൊടുക്കാൻ പോകുമ്പം ആ ബേക്കറി മൊത്തം ഇവിടെ കിടന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. ഇനി അങ്ങേരായിരിക്കുമോ? അവനല്ല. അമ്മച്ചിയെ ഈ ശോഭിച്ചയായിക്ക് സ്തുതിയായിരിക്കട്ടെ. അതെന്താണ് ഒരു സ്വർണ്ണ പൊതി? ഓർക്കോ, ഓർക്കറച്ചി ആമെങ്കിൽ കൂർക്കിട്ട് വെച്ചാ മതി. ചേട്ടത്തിയേ, എന്നാന്ന് മനസ്സിലായില്ലേ? എന്നാലും ബേക്കറി മത്തായി ഇത് എപ്പോയിട്ട് കെട്ടിപ്പൊതിഞ്ഞവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് മത്തായി ചേട്ടത്തിയോട് ചോദിക്കുവാ പോർക്കിറച്ചിയാണോന്ന്. കൂർക്ക ഇട്ട് വെച്ച് തിന്നോളെ. അവന് ഞാൻ തീറ്റിക്കാം. ഇവിടെ വിഷക്കോലെ 2 തേക്കുണ്ടല്ലോ ഇങ്ങോട്ട് പറിച്ചേടാ. കുറച്ച് മീനാ തണ്ടം വെച്ച് വരാല്. കൊടംപുളിയിട്ട് വെച്ചാ മതി, കലക്കും. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കാക്കൂസൊന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ. എടി ത്രേസിയേ, അടപ്പിന് ചാര ഇരിപ്പുണ്ടോടി? വരാലാകുമ്പോൾ ചാര പൊട്ടി പിടിച്ചില്ലേ തോന്നി ശരിക്കും ഉരുങ്ങി പോരത്തില്ല. എവിടുന്നാ അമ്മച്ചി വരാല്? അങ്ങിലെ ചാച്ചപ്പം കൊണ്ടുവന്നതാ. നീ കുറച്ച് കുളമ്പഴി വെള്ളത്തിലിട്ടു. അവിടെ കുടുംബത്തിന്റെ മാനം കാക്കടാ. എന്താ പറ്റിയത്? ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. ഇതും ഈ നാട്ടിലെ കഥയാണ്. എന്നാൽ ഈ നാടിന്റെ കഥ ഇതല്ല. എന്താ അപ്പച്ച ഉറങ്ങാനും സമ്മതിക്കില്ല.
ഈ ഇടവകയിൽ ഒരൊറ്റ കുഞ്ഞു മനുഷ്യനും ഇല്ലാതെ പള്ളിക്കകത്താ. ചാളിയിൽ ഇറങ്ങി കിടക്കുന്ന പന്നിയെ പോലെ നീ ഇവിടെ ഇങ്ങനെ പൂണ്ടി കിടക്കുക. പല വട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിടക്കരുതെന്ന്. എനിക്ക് പനിയായിട്ടില്ല അപ്പച്ച. വേസിമാലാകെ ആ കാപ്പിൻ കൊടുത്തേക്ക്. ഇതങ്ങ് കുടിച്ചേച്ച് പള്ളി ചെന്ന് കുർബാന കൂടും. നീ പേടിക്കണ്ടടാ, ഇത്തവണ നിന്നെ ഒരെണ്ണം ഉണ്ടെങ്കിലും വായിപ്പിക്കും. ഇതെന്നാന്നേ കുത്തിക്കൊള്ളുന്നേ? ഓ അതിന്റെ ചിറകാപ്പച്ച. നിനക്കിതൊന്ന് വെട്ടി നിർത്തിക്കൂടെ? അടുക്കളയിലോട്ട് വെച്ചേരെ, നമ്മുടെ കമലാസൻ എഞ്ചിനീയർ കൊണ്ടുവന്നതാ. മക്കരേന്ന് ഡേവിസിന്റെ ബാൻഡാ തകർക്കുവാ. താറാവ് പാല് പിഴിയാണോ പെരട്ടുവാണോ? ദീനാമേ ഒന്നും പറഞ്ഞില്ല. താറാവ് എഞ്ചിനീയർ സാറിന് എന്നതാ വേണ്ടേ? നീ അതും കൊണ്ട് വീട്ടിൽ പോ, ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാം. കമലാസൻ എഞ്ചിനീയറെ, ഇത് ഇപ്പോഴത്തേക്കുള്ളതല്ല, ഇന്ന് രാത്രിത്തേക്ക് പോ. വെള്ളത്തിലും കരയിലും കിട്ടുന്ന സകല ജീവജന്തുക്കളെ പൊരിച്ചും കറി വെച്ചും മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് തൂഴ്ത്തിക്കുന്ന കറവ് പശു, അതിന്റെ അവിട് വെട്ടി ചക്കയിട്ട് ഒലത്തട്ടെ. പിന്നെ അല്ലാണ്ടാ എന്നായി എന്റെ എഞ്ചിനീയർ സാറേ, അവനൊരു തമാശ പറഞ്ഞു തരുമോ? സാറിഞ്ഞ് വന്നാട്ടെ, അതൊക്കെ കറിയാം. മാതാ, അവനില്ലേ ആ സോളമൻ, ഇവളുടെ പുറകെ നടക്കുന്ന അലവലാതി. അവൻ ഉടുപ്പും കളസും ഒക്കെ തപ്പിച്ചേ തട്ടുമ്പോളിലോട്ട് ചെന്നെന്ന് അച്ഛൻ വിടുവോ? അപ്പൊ തന്നെ പുറത്തിറക്കി. അപ്പച്ച, സോളമനെ പറ്റി അനാവശ്യം പറയരുത്. മുളക് കലക്കി ഞാൻ മുഖത്തൊഴിക്കും. സോളമനിന്റെ ആരാടി? ഇച്ചായ ഒരു കട്ട്ലറ്റ് ഇടട്ടെ? ചോദിച്ചത് കേട്ടില്ലേ? സോളമൻ നിന്റെ ആരാന്ന്? ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ചെറുക്കൻ. എന്നതാ മാതജ ഇങ്ങനെ വഴി കൊടുക്ക. ദിനാമോ ഇച്ചിരി പോത്തിറച്ചി കിട്ടേ. അയ്യോ അമ്മച്ചി, ഞാനൊരു തമാശ കാണിച്ചതല്ലേടാ പൂസേ. നിനക്ക് എന്നോട് പഴയ സ്നേഹം കൊണ്ടൊന്ന് അമ്മച്ചി പരീക്ഷിച്ചതല്ലേടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? 2 ലക്ഷം താറാവും ഒരു വട്ടാൻ കൊടുത്തോണ്ടോ ഓടി. എന്നാൽ ഇത് കുറച്ച് കടന്ന കയ്യായി പോയി. ചങ്ങനാശ്ശേരിക്കാരി കിടക്കട്ടെ. കുറെ കാലായി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടെ എന്ന് വിചാരിച്ചിട്ട്
ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭേദം മരിച്ചവരാ. സലാം. എന്നാന്ന് ഇത് എടുത്ത് കഴിച്ചോട്ടെ. ആ ഇറ്റൂപ്പേട്ടാ ബോട്ടിംഗ് എത്തി. ഞാനങ്ങ് ചെല്ലട്ടെ? ഞാനങ്ങ് ചെല്ലട്ടേന്ന്. അമ്മച്ചി തല കറങ്ങി കിടക്കുവാന്ന്. ഗുളിക മേടിച്ചു കൊടുത്തേക്കണം. പൈസ താണ്ടി ഇട്ടൂപ്പേന്റെ കടയിൽ നിന്ന് മേടിച്ചോ. ഞാൻ കുറിപ്പിരിവിന് പോവാ. ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഓ ഇനിയിപ്പോ ഈ ബോട്ട് അക്കരെ ചെന്ന് വരണമായിരിക്കും. എന്റെ പൊന്നിച്ചായ വീട്ടിലോട്ട് ചെല്ല്. അമ്മച്ചി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കാ. നീ ഇങ്ങനെ തുള്ളല്ല ക്ലാറെ, ഞാൻ ചെന്നോളാം. എന്താണ് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? ദേ അധികം കളിച്ചാലുണ്ടല്ലോ നിന്റെ കപ്പെങ്ങനെ ഈ കൊട വെച്ച് കുത്തി ഞാൻ കായലോട്ടിടും. എന്നാ കാണട്ടെടി. എന്റെ ക്ലാറെ നീ പോയേ, ദേ ബോട്ട് വരുന്നു. പൊടി കോന്ത്രം പറ്റി പൊടിച്ചാണപ്പോഴും ഒരു മഞ്ഞയും കൂടി. ഇതാണപ്പാ ഗീവർഗീസ് പുണ്യാണല്ലോ. കുന്തം കയ്യിലുണ്ട്, ഇനി ഒരു കുതിരയും കൂടി മതി. Okay, see you. You dance really well. You too. Bye. Bye. ചേട്ടാ ഒരു നാരങ്ങ സോഡ. ചേട്ടാ ഈ പള്ളി പുത്തൻകുടിയിലെ തോമസ് സാറിന്റെ മകനല്ലയോ? അമേരിക്കയിലെ ബോംബായിൽ നിന്നും വന്ന എങ്ങനെ മനസ്സിലായി? തോമസ് സാറിന്റെ മുറിച്ച മുറിയല്ലയോ? എനിക്കറിയാൻ മേലെ. അല്ല സാധനങ്ങളൊക്കെ എന്തിയേ? സാധനങ്ങളൊക്കെ പുറകെ ബോട്ടിലിങ് വന്നോളൂ, ഞാനിങ്ങ് പോന്നു. ആ വന്നാട്ടെ, കുഞ്ഞിന്റെ പുറകിലോട്ട് കയറിയട്ടെ. അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് പോകാനായിട്ട്. അത് പിന്നെ കുമരങ്കരി വന്ന് ഇറങ്ങിയാ പിന്നെ ആരെങ്കിലും പുണ്യാളിനെ കാണാതെ വീട്ടിലോട്ട് പോവോ? കയറിയാട്ടെ, ഞാനും പള്ളിയിലോട്ടാ. ഇതേ പള്ളിവക വണ്ടിയാ. ഞാനേ കപ്പ്യാരാ, ഔസേപ്പ്. ആഹാ കപ്പയാനാണോ? എന്നാ വാ ചേട്ടാ. കപ്പ്യാരെ, ഇത് വെള്ളിയച്ഛന് കൊടുത്തയക്കണം. കളോപ്പിളി ചാച്ചപ്പം തന്നതാണെന്ന് പറഞ്ഞാച്ചാ മതി. എന്നതാ കാര്യം? ഈ കള്ളുകൂടി മാറാൻ സൗകര്യം പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, സൗകര്യം പോലെ പ്രാർത്ഥിച്ചാൽ മതി. ഓ ഞാൻ കൊടുത്തേക്കാം. എന്നാൽ ഈ മീൻ പള്ളിക്കുശിനിയിലേക്കല്ല, കപ്പ്യാരുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക. ആമേൻ. മോനെ ഒന്ന് പിടിച്ചേ. റോക്കറ്റിൽ ഒഴിക്കുന്ന എണ്ണയാണോ പുള്ളി വണ്ടിയിൽ ഒഴിച്ചേക്കുന്നത്? ഇനി ബെന്നിക്കുഞ്ഞ് കുമരങ്കരി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി നല്ല തങ്കക്കുടം പോലൊരു പെണ്ണിനൊക്കെ കെട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടണം. ഒക്കെ ഞാൻ ശരിയാക്കി തരാതെ. അപ്പൊ എങ്ങനെയാ? നല്ല പെങ്കൊച്ചുകളെ എമ്പടിയുണ്ട് കുമരങ്കരിയില്. ഒന്നിനെ അങ്ങ് ആലോചിക്കട്ടെ. അല്ല കപ്പിയാരെ, നമ്മുടെ സഭയിൽ ഇപ്പം അച്ഛന്മാർക്ക് പെണ്ണൊക്കെ കെട്ടാവോ? അതെന്നാ കുഞ്ഞ് അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാ, ഫാദർ വിൻസെന്റ് വട്ടോളി. മീൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ പുതുതായിട്ട് വന്ന കൊച്ചച്ഛനാ, വിൻസെന്റ് വട്ടോളി. അയ്യോ ഉള്ളതാച്ചോ, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ഞാൻ ഫാദർ ഇരുന്നിടംകുഴി, ജോസഫ് ഇരുന്നിടംകുഴി, ആറ്റുവാശ്ശേരിയുടെ വകുപ്പള്ളി വികാരി എന്റെ കുഞ്ഞമ്മയുടെ മോനാ. ഫാദർ കിടന്നിടംകുളം. അതേന്ന് അല്ലാതെ വരുന്ന അറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് പോരേണ്ടി വന്നു. ഓ അച്ഛനീ ലോഹ എവിടുന്നാ തയ്പ്പിച്ചത്? ഇത് തയ്പ്പിച്ചതല്ല, റെഡിമെയ്ഡാ. പാൻസും ഷർട്ടും. എന്തോ പാൻസും ഷർട്ടും? ആ ലോഹയുടെ നേരം കിട്ടിയില്ലായിരിക്കും. അല്ലച്ചോ, തിരുകർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ലോഹ ഇട്ടാ പോരെ. എനിക്കിതൊക്കെ ഇട്ടങ്ങ് ശീലമായി പോയി.
അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയേനെ. എന്ത് കംഫർട്ടബിൾ? ആ മാത്രമല്ല എപ്പോഴും ലോഹ ഇടണമെന്ന് നമ്മുടെ സഭ പറഞ്ഞിട്ടുണ്ടോ അച്ചോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, 2 മുട്ടയും പഴം കഴിച്ചോ? നോ താങ്ക്സ്. ആ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഒരു വൈദികൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ പ്രതിപുരുഷൻ പാൻസ് ഷർട്ട് ധരിക്കുന്നത് കുറച്ച് കടന്ന കയ്യല്ലേ വട്ടോളി. ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട്. ഇനി വിപ്ലവകാരിയായ ഒരു അച്ഛനെ കൂടി താങ്ങാൻ ഈ ഇടവകയ്ക്കാവില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളി അച്ഛന്മാർക്കുള്ള ലോഹ എടുത്തിട്. ശരി അച്ചോ. അല്ലച്ചോ, ഈ ലോഹയില് 2 പോക്കറ്റ് കൂടുതൽ വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട അല്ലേ? ഓക്കെ. നാളെ കാലത്ത് വട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ, ഞാനൊന്ന് കാണട്ടെ മിടുക്ക്. ഐ എം സോറി. ഇല്ലില്ല, വെച്ചോ. പള്ളിവക ബാൻഡ് ഇത്തവണയും തോറ്റു അല്ലേ? തോറ്റു. അതെന്നാ പറ്റി? ഓ, അതൊക്കെ വലിയ കഥ. ഇപ്രാവശ്യം കപ്പടിച്ചത് അപ്പുറത്തെ ഇടവക്കാരെ തന്നെ ഇല്ലയോ? കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കല്ലോ. കാശിന്റെ തണ്ടാച്ചു. തൊമ്മേനി ഡേവിസും ഭാര്യ മറിയാമേ രണ്ടിന്റെ അടുത്തും പൂത്ത കാശ. ഡേവിസ് വായിക്കത്തില്ലേ? എവിടെ നിന്ന്? അവരുടെ അപ്പം വായിക്കുമായിരുന്നു, കൊച്ചിലോനപ്പം മൂപ്പര്. ഇവര് കണ്ടവരെ കൊണ്ട് വായിപ്പിച്ചേച്ച് കപ്പം മേടിച്ച് കൊച്ചമ്മയും മുതലാളിയും കൊണ്ട് ഞെളിഞ്ഞങ്ങോട്ട് നിൽക്കും. ആ പെണ്ണുമ്പളേക്കാണ് ഒരു കിണ അറിയത്തില്ല. ചട്ടയും മുണ്ടു കൊടുത്ത് ഒരു കറുത്ത കണ്ണാടി മിച്ചം ഇറങ്ങിക്കോളും. ആണോ? ക്ലാരെ, സോളമച്ചല്ലയോ? അകത്തുണ്ട്. എന്താ? പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. കൊച്ചച്ഛനെ ഒരു വെഞ്ചരിപ്പുണ്ടായിരുന്നു. ശരിയാന്നോടാ? ആ ചായ, ഞാനിപ്പോ പള്ളിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. നീ വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഇച്ചിരി വെള്ളം കിട്ടൂള്ളാരെ? ഇല്ലാന്ന്. ദാഹിച്ചിട്ടല്ലേടി? മുട്ടയിടുന്ന കോഴിയല്ലയോ? അയ്യോ അല്ല, ഓറഞ്ച് ആയിടുന്നേ. 1 കിലോ എടുക്കട്ടെ. സെബിച്ചനാ പാത്രം വന്നേ, എനിക്ക് വേറെ പണിയുള്ളതാ. ആ പിന്നെ ഒന്ന് നിന്നേ. പട്ടികയുടെ ഇടയിൽ വെച്ച കടലാസ് ഞാൻ കണ്ടു. കഷ്ടപ്പെട്ടല്ലേ? ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചാലേ മൂത്രമൊഴിക്കാനായി നേരം കാണത്തുള്ളൂ. നീ ഇതുവരെ പോയില്ലായിരുന്നു? വള്ളത്തിലേക്ക് ഞാൻ പ്രസവത്തിന് വന്നായിരുന്നോടാ? ആരുടെ വീട്ടിലാടാ വെഞ്ചരിപ്പ്? പള്ളിക്കടവ് കോൺട്രാക്ടർ വള്ളം കണ്ടായിരുന്നു, അവിടെ ആയിരിക്കും. അയ്യോ, സെബിയേ, ഈ ചായ മൂഞ്ചി. ഞാൻ പറഞ്ഞു, ഞാൻ വന്ന അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. ചോളവും മിണ്ടാരി ആളും തരവും നോക്കിയാണ് ഇങ്ങനെയുള്ള തിരുകർമ്മങ്ങൾക്ക് പോകുന്നത്. ഫിലിപ്പോസേ, എന്നതാ ചാക്കരി? അതെ, കോഴിക്കാട്ട വാച്ചോ, വാഴക്കിടാൻ കാലേ പറ്റാ നോക്കിയോളേ. നല്ല സ്മെല്ലുണ്ട്. ഇതെന്നതാച്ചോ, കോഴിയോട് സ്പ്രേ കുടിച്ചാൽ വെച്ച് തൂറാൻ പറയാൻ പറ്റുമോ? വീട്ടിലെ 5-8 മക്കളുള്ളോണ്ട് ഒന്നിനെ അച്ഛനാക്കാതെ നേർന്നായിരിക്കും അല്ലയോ? അല്ലെങ്കിൽ എന്റെ വീട് ഞാൻ ഒറ്റ പ്ലാക്കനെ കൊണ്ടേ വെഞ്ചരിപ്പിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ വല്യച്ഛനൊരു തക്കക്കേടുള്ളോണ്ടാ. പോട്ടെ, ഉണ്ണിയാളാൻ പുറത്തോളും. ഹായ്.
ഹൗ യു മിഷൻ? ഫാദർ വിൻസൻ എങ്ങോട്ടാ? ഇവിടെ അടുത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഓ വൈകിട്ട് ബാൻഡ് പ്രാക്ടീസിന് വരുന്നില്ലേ? സീ യു ദേർ. see you. ബൈ. അച്ഛൻ മദാമയായിട്ട് നല്ല അടുപ്പത്തിലാണല്ലേ. പാവം, നല്ല ഭക്തിയുള്ള മദാമ്മ. വീട് വെഞ്ചരിച്ചാ ശരിയാവോ? എന്നാ പിന്നെ ഈ വേദപുസ്തകവും മന്നാമ്പള്ളവും തന്നുവിടാം. ഫിലിപ്പോസ് കൊണ്ടുപോയി വീട് വെഞ്ചരിച്ചിട്ട് സൗകര്യം പോലെ പള്ളിയിലോട്ട് കൊടുത്തു വിട്ടാൽ മതി. അയ്യോ, ചുമ്മാരുന്നോണ്ട് അച്ഛൻ മർമ്മത്തിൽ കുത്തുവാണല്ലോ. കാര്യമാക്കണ്ട, ഉറക്കപ്പിച്ച കള്ളുടിച്ചതല്ല. വീട്ടുകാര് പറഞ്ഞോണ്ടേ നീ കെട്ടും കിടക്കി എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാറിൽ ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നിങ്ങ് മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പർ ഇങ്ങന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിളിച്ചോന്ന്? ഞാനാരെ വിളിച്ചിട്ടില്ല. നീ എന്നെ വർത്താനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. ഡാ, പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നാടാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നു അച്ചാച്ചൻ അറിഞ്ഞോളൂ. എന്റെ പൊന്നു ശോച്ചനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും കപ്പയാര് വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായി മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായി മതി. എന്താ അച്ചു വിളിപ്പിച്ചേ? അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങി പോകുന്നതാ. 1500ഓളം പേരൊപ്പിട്ടൊരു നിവേദനം ചെന്നിരിക്കുക അരമനയിലോട്ട്. കഴിഞ്ഞ 15 കൊല്ലമായി കുമരങ്കരി ഇടവക വികാരിയായിട്ടിരിക്കുന്ന ഒറ്റപ്ലാക്കൻ അച്ഛനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ പിതാവ് അച്ഛനെ വിളിച്ച് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞാൽ ഇടവക മാറാൻ പറഞ്ഞിരിക്കുക. ഈ കുമരങ്കരിയിൽ നീ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആരടാ പാപ്പി ഇങ്ങനെ ഒരു നിവേദനം എഴുതി ഇത്രയും പേരെ കൊണ്ട് ഒപ്പിടിച്ച് അരമനയിലോട്ട് അയച്ചത്? ഈ പണി എത്തേണ്ടടത്ത് തന്നെ സുരക്ഷിതമായിട്ടങ്ങെത്തണേ എൻ്റെ പുണ്യാളാ. അതിപ്പോ കപ്പ്യാരെ എന്നതാണോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളതാണേലും കൂട്ടത്തിലുള്ളവരെ കുറിച്ച് എങ്ങനെ കപ്പ്യാരെ പറയുന്നത്? നിവേദനം എഴുതി ഉണ്ടാക്കിയതിനും നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിച്ചതിനൊക്കെ ഞാനും സാക്ഷി. അത് ചെയ്തത് കാലാകാലമായിട്ട് പള്ളി ചെലവിന് കൊടുത്തു പോറ്റുന്ന ഗീവർഗീസ് ബാൻഡ് സംഘം അല്ലടാ? മിശിഹായാണ്, പുണ്യാളനാണ്, എനിക്കിതിലൊരു പങ്കുമില്ലച്ചു. ലൂയി പാപ്പനോടും ചാലി പാപ്പനോടും വേണ്ട വേണ്ടാന്ന് 1000 തവണ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ